നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ക്ഷേത്രത്തിൽ മോഷണം. കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. നിലവിളക്കുകളും പണവും അപഹരിച്ചു. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിൽ മാറ്റം. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം. ജനുവരി 1 മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. കുന്നത്തൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ 24 കരയോഗങ്ങളിലാണ് വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തത്. എൻഡോമെന്റുകളും വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കുളത്തൂപ്പുഴയിൽ ക്ഷേത്രത്തിൽ മോഷണം. കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. നിലവിളക്കുകളും പണവും അപഹരിച്ചു. രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന 50-ലധികം നിലവിളക്കുകൾ അപഹരിച്ചു. പൂജയ്ക്കുപയോഗിക്കുന്ന വിളക്കുകളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ക്ഷേത്ര പൂജാരി നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രധാനമായും ക്ഷേത്ര കവർച്ച നടത്തുന്ന മോഷ്ടാക്കളെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണമെന്ന് പോലീസ് പറഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാവിൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ എത്താറുണ്ട്. നേർച്ചയായി ലഭിച്ച വിളക്കുകളാണ് മോഷണം പോയത്. നിത്യപൂജയില്ലാത്ത ക്ഷേത്രമായതിനാൽ കഴിഞ്ഞ 21 വരെ ഭക്തർ കാവിൽ വിളക്കുകൾ കത്തിച്ച് പൂജ നടത്തിയിരുന്നു. അതിനുശേഷമാണ് വിളക്കുകളെല്ലാം മോഷണം പോയത്. പ്രദേശത്ത് വന്യജീവി ശല്യവും രൂക്ഷമാണ്. അതുകൊണ്ടാണ് ഭക്തർ എല്ലാ ദിവസവും ഇവിടെ എത്താത്തത്. അവധി ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും നിരവധി ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കൽ പഞ്ചായത്തിലെ 24 കരയോഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പ് വിതരണവും നടത്തിയത്. കുന്നത്തൂർ താലൂക്ക് NSS കരയോഗ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 24 കരയോഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് NSSന്റെ വിദ്യാഭ്യാസ ധനസഹായവും യൂണിയൻ സ്കോളർഷിപ്പ്, വിവിധ മെറിറ്റ് സ്കോളർഷിപ്പുകൾ എന്നിവ വിതരണം ചെയ്തത്. യൂണിയന്റെ വിവാഹ ചികിത്സ എൻഡോമെന്റ്, കരയോഗം നിർമ്മാണ ഗ്രാന്റ് എന്നിവയുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു. യൂണിയൻ പ്രസിഡന്റ് VRK ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്തിലെ പ്രതിഭാസംഗമ പരിപാടി കഴിഞ്ഞ 25-ാം തീയതി കഴിഞ്ഞു. ശൂരനാട് തെക്ക് വടക്ക് പഞ്ചായത്തുകളുടെ പരിപാടി അതും 25-ാം തീയതി ഉച്ച കഴിഞ്ഞ് ദേവി ആഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇന്നിപ്പോൾ ശൂരനാട് കോരുവഴി കുന്നത്തൂർ പഞ്ചായത്തിൻ്റെ പരിപാടികളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. ഇനി വരുന്ന 11-ാം തീയതി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച്, അതായത് നമ്മുടെ NSSന്റെ താലൂക്ക് യൂണിയൻ ഓഫീസിൽ വെച്ച് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ശാസ്താംകോട്ട പഞ്ചായത്തിലെയും പടിഞ്ഞാറേക്കര പഞ്ചായത്തിലെയും കരയോഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള അവാർഡ് ദാനങ്ങളും മെറിറ്റ് അവാർഡുകളും സർവോപരി ഈ താലൂക്കിലെ മൊത്തത്തിൽ അനുമോദനത്തിന് അർഹരായിട്ടുള്ളവരുടെ അവാർഡ് വിതരണവും ഒന്നിച്ച് നടത്തുകയാണ്. വൈസ് പ്രസിഡന്റ് തോട്ടുവ മുരളി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി M അനിൽകുമാർ കരയോഗ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. യൂണിയൻ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് N സോമൻപിള്ള SSLC മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് അവാർഡുകൾ SS ഗീതാഭായിയും വിവാഹ ചികിത്സാ ധനസഹായ വിതരണം D ബസന്തും നിർവഹിച്ചു. യൂണിയൻ ഭരണസമിതി അംഗം ഉഷാ മുരളി സ്വാഗതവും NSS ഇൻസ്പെക്ടർ ഷിജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരള സാഹിത്യ അക്കാദമിയുടെ ക്വീർ സാഹിത്യ ശില്പശാല തെന്മലയിൽ നടത്തി. അരങ്ങ് എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ക്യൂർ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചത്. അരങ്ങ് എന്ന പേരിൽ തെന്മല ശെന്തുരുണി വനവിജ്ഞാന കേന്ദ്രത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ക്യൂർ സാഹിത്യം പ്രസിദ്ധീകരണത്തിലെ വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് AG ഒലീന ക്ലാസ് നയിച്ചു. ചില വർണ്ണങ്ങൾക്കിടയിലെ ചില വിടവുകളിൽ ഏറെ നേരം നിന്ന് അപ്പുറവും ഇപ്പുറവും വിശകലനം ചെയ്ത് സൂക്ഷ്മതയിൽ പോകുമ്പോൾ
ആന്തരാനുഭവങ്ങളുടെ തീക്ഷ്ണത എത്രമാത്രം അഗാധമാണെന്നും എത്ര സൂക്ഷ്മതയിൽ പോകുന്നുവെന്നും അതിന്റെ സൂക്ഷ്മതയാണ് അതിന്റെ അടിസ്ഥാന രാഷ്ട്രീയം എന്നും ബോധ്യപ്പെടുമ്പോൾ ആദ്യം ഇതിന്റെ പ്രസിദ്ധീകരണ പ്രസാധനം, അതിന്റെ പ്രകാശനം, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതിനുള്ള ഏറ്റവും വിഘാതമായിട്ട് ഞാൻ കാണുന്ന ഒന്നാമത്തെ ആശയം വ്യാകരണമാണ്. ഭാഷയുടെ വ്യാകരണത്തെ, ഭാഷയുടെ സാഹിത്യഭാഷ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും വ്യാകരണത്തിൽ മുറുകെ പിടിച്ചാൽ അത് നോക്കാമെന്ന് പറയും. അതുകൊണ്ട് മലയാള സാഹിത്യം നാളിതുവരെയുള്ള മലയാള സാഹിത്യത്തിലൂടെ സാഹിത്യ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ കടന്നു പോകുന്നവർക്ക് നല്ലോണം അറിയാം. വ്യാകരണത്തെ നിരാകരിച്ചവരാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ വ്യാകരണം നിർമ്മിച്ചവരെന്ന് ബഷീർ മുതൽ ഇങ്ങോട്ട് ഒരു കൂടിയായ ഉദാഹരണങ്ങളാണ്. CP അബൂബക്കർ സ്വാഗതം പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം വിജയരാജ മല്ലിക അധ്യക്ഷത വഹിച്ചു. കാഴ്ചപ്പാടുകളിലുണ്ടായ ഏറ്റവും ഭീകരമായ ഇടപെടലിന്റെ അല്ലെങ്കിൽ പ്രവർത്തനക്കുറവിന്റെ ഒക്കെ അടയാളങ്ങളാണ്. അവിടെ ഭാഷയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭാഷ കൊണ്ട് മുറിവേറ്റ് വീണ് ഒരു വലിയ വിഭാഗത്തിന്റെ ഏറ്റവും ഉദാത്തമായ അനുഭവ പരിസരമുള്ളവരാണ് നമ്മൾ. ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ പ്രസംഗിച്ചു. വ്യാകരണം പറയുന്ന വ്യാജേന സാമൂഹ്യമായ തൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ തമ്പുരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ പൊടിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം ലോകത്ത് എന്നതുപോലെ മലയാളത്തിലും സാധ്യമാകുന്നു എന്നുള്ളതാണ് കെയർ സാഹിത്യവും ഈ ക്യാമ്പിൻ്റെയും ആ ക്യാമ്പ് സംഘടിപ്പിക്കാൻ അക്കാദമി മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. കവിതയും പ്രതിരോധവും എന്ന വിഷയത്തിൽ ആദിയും, ഉത്തരാധുനിക സാഹിത്യത്തിൽ ക്വീർ സാന്നിധ്യം എന്ന വിഷയത്തിൽ അനസ് NS പ്രഭാഷണം നടത്തി. സംവാദം, കവിതാലാപനം എന്നിവയും നടത്തി. ന്യൂസ് ബ്യൂറോ, തെന്മല. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിൽ മാറ്റം. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റമുണ്ട്. ജനുവരി 1 മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിലാണ് വീണ്ടും മാറ്റമുണ്ടാകുന്നത്. വൈകിട്ട് 4-ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ചെന്നൈയിൽ അടുത്ത ദിവസം രാവിലെ 6:05-ന് എത്തുന്ന നിലയിലാണ് മാറ്റം. പുതിയ സമയക്രമം ജനുവരി 1 മുതൽ നടപ്പാകും. ട്രെയിൻ ഏകദേശം 1.5 മണിക്കൂർ നേരത്തെ ചെന്നൈയിൽ എത്തും. യാത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയക്രമമാണിതെന്ന് വിലയിരുത്തുന്നു. നേരത്തെ ട്രെയിനിന്റെ സമയക്രമം ഉച്ചയ്ക്ക് 12-ന് കൊല്ലത്തു നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം പുലർച്ചെ 3-ന് ചെന്നൈയിൽ എത്തിച്ചേരുന്ന നിലയിലായിരുന്നു. ഇത് 3 മാസം മുമ്പ് മാറ്റം വരുത്തിയിരുന്നു. വൈകിട്ട് 4-ന് കൊല്ലത്തു നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 7:30-ന് ചെന്നൈയിലെത്തുന്ന രീതിയിലാക്കി. ജനുവരി 1 മുതൽ ഇന്ത്യൻ റെയിൽവേ പുതിയ ടൈം ടേബിൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിലും മാറ്റം വരുത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ചെന്നൈയിലേക്ക് പോകാൻ ഏറ്റവും ഉപകാരപ്രദമായ സർവീസാണ് കൊയിലോൺ മെയിൽ. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും ജനുവരി 1 മുതൽ മാറ്റം വരും. ഇതുപ്രകാരം ഉച്ചയ്ക്ക് 12:10-ന് പകരം ഇനി 12-ന് ട്രെയിൻ കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പുനലൂരിൽ നിന്ന് 1:20-ന് തുടങ്ങുന്ന സർവീസ് ജനുവരി മുതൽ 1:10-നായിരിക്കും പുറപ്പെടുക. വൈകിട്ട് 7:20-ന് പുനലൂരിൽ നിന്ന് പുറപ്പെടുന്ന കൊല്ലം മെമു ഇനി 7:35-ന് പുറപ്പെട്ട 8-ന് കൊല്ലത്ത് എത്തിച്ചേരും. മറ്റ് സർവീസുകളുടെ സമയക്രമത്തിൽ കാര്യമായ മാറ്റങ്ങളില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അധികാരത്തിനായി UDF-ഉം BJP-യും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് കണക്കുകൾ ഇതാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം മേയർ AK ഹഫീസിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ച സംഭവത്തിൽ UDF ഘടകകക്ഷികളും മേയറും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊല്ലം കോർപ്പറേഷൻ, പുനലൂർ നഗരസഭ, ഏരൂർ പഞ്ചായത്ത്, കടയ്ക്കൽ, കൊട്ടാരക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ അധികാരത്തിനായി UDF-ഉം BJP-യും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് വ്യക്തമാണെന്ന് CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. BJP-യുടെയും ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുടെയും പിന്തുണയോടെയാണ് UDF വിജയം നേടിയതെന്ന ആരോപണം മേയർ തെരഞ്ഞെടുപ്പോടെ വ്യക്തമായി. കൊല്ലം മേയർ AK ഹഫീസിനെ SDPI സംസ്ഥാന പ്രസിഡന്റ് സന്ദർശിച്ച സംഭവത്തിൽ UDF ഘടകകക്ഷികളും നേതാക്കളും മേയറും നിലപാട് വ്യക്തമാക്കണം. SDPI-യെയും BJP-യെയും കൂട്ടുപിടിച്ച് RSPയുടെ സീറ്റ് നഷ്ടപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് RSP നേതൃത്വം അഭിപ്രായം പറയണമെന്നും S ജയമോഹൻ പറഞ്ഞു. കൺവെൻഷനിൽ പങ്കെടുക്കുകയും മറ്റ് ചെയ്ത ആൾ പോലും വോട്ട് ചെയ്തില്ല. വോട്ട് മൊത്തത്തിൽ BJP-ക്ക് കൊടുക്കാനായിരുന്നു എങ്കിൽ എന്നെ എന്തിനാണ് ഇല്ലാതാക്കിയത് എന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി പരസ്യമായി പ്രതികരിച്ചതും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വാർത്തയായി മാറിയത്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഏതൊരു പഞ്ചായത്തിൽ തന്നെ ഒരു വാർഡുണ്ട്, ചില്ലിപ്രാൻ.
അവിടെയാണെങ്കിൽ കോൺഗ്രസിന് സ്വാധീനമില്ല, വളരെ കുറവാണ്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ അവിടെ UDF BJP സഹായിച്ചു. BJPക്ക് അവിടെ വോട്ടുകൂടെ കിട്ടിയപ്പോൾ അവിടെ UDF വിജയിച്ചു. ഒരു വാർഡ് രണ്ടായതാണ് ഒരിടത്ത് BJP, ഒരിടത്ത് കോൺഗ്രസ്. ഇതെല്ലാം എല്ലാം വാർഡിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ 60 വാർഡുകളിൽ കോർപ്പറേഷൻ 12 ഡിവിഷനുകൾ ഉൾപ്പെടെ 60 ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെ പിന്തുണ നേടാൻ വേണ്ടി പരസ്പരം സഹായിച്ചുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ട് തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഇന്നത്തെ മേയർ തെരഞ്ഞെടുപ്പോടുകൂടി അത് വ്യക്തമാകുകയാണെന്നുള്ളതാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MH ഷാരിയർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK അനിരുദ്ധൻ, X ഏണസ്റ്റ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവത്തിന് തുടക്കമായി. 14 ജില്ലകളിൽ നിന്ന് 36 പേർ വായനോത്സവത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് 8.16 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും പ്രശസ്തി പത്രവും മൊമന്റോയും ലഭിക്കും. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല വായനോത്സവമാണ് കൊല്ലത്ത് ആരംഭിച്ചത്. സാഹിത്യകാരൻ അഖിൽ P ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറകളിലേക്ക് വായനാശീലം പകർന്നു നൽകണമെന്നും കലയിൽ ആർക്കും സ്ഥിരമായ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് ബുക്കിനെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ പയ്യെ ആൾക്കാർ ബുക്ക് ചോദിച്ച് ബുക്ക് സ്റ്റാൾസിൽ വന്നു തുടങ്ങി. അതങ്ങനെ 16ാമത്തെ എഡിഷൻസിന് എന്തോ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അത് 61 എഡിഷനായി, 4 ലക്ഷം കോപ്പികൾ പിന്നിട്ടു. പിന്നെ ഇപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം, യുവ പുരസ്കാരം, അതായത് യുവാക്കളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പുരസ്കാരം റാംകെയർ ആനന്ദിക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ഒന്നിൽ നിന്ന് തുടങ്ങുക, അല്ലെങ്കിൽ 0-ൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഒന്നും അല്ലാത്ത നിലത്ത് നിന്ന് നമ്മൾ ഓരോ പടി കയറി വരത്തില്ലേ. ചിലർ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇവൻ്റെ ആദ്യത്തെ ബുക്ക് റാംകെയർ ആനന്ദി, അതങ്ങ് കയറി ഹിറ്റായിരുന്നു. ഇതൊന്നുമല്ല, 10 വർഷത്തെ കഷ്ടപ്പാടുണ്ട്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കൊണ്ടു നടന്ന് ഓരോ ആൾക്കാരുടെ മുന്നിൽ എരന്ന് ചേട്ടാ എൻ്റെ ബുക്ക് വാങ്ങുമോ, ചേച്ചി എൻ്റെ ഒരു ബുക്ക് വാങ്ങുമോ, പകുതി ഡിസ്കൗണ്ട് തരാം, ഇത് വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു 100 പേരോട് ചോദിച്ചല്ല ഒരാൾ വാങ്ങുന്നത്. ഇത്രയും കഷ്ടപ്പാട് ആരും കാണത്തില്ല. പിന്നെ അവാർഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരുപാട് പേർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. അത് സ്വാഭാവികം. ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം. പക്ഷേ അത് ONV ചത്തുരത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, വൈസ് പ്രസിഡന്റ് RS അരുൺ ബാബു എന്നിവർ വിശിഷ്ടാതിഥികളായി. 14 ജില്ലകളിൽ നിന്ന് 3 വിഭാഗങ്ങളിലായി 56 പേരാണ് വായനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. താലൂക്ക് ജില്ലാതലങ്ങളിൽ വിജയികളായവരാണ് സംസ്ഥാന തലത്തിൽ മത്സരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 14 ജില്ലകളിൽ നിന്ന് 28 പേരും, മുതിർന്നവരുടെ 1ാം വിഭാഗത്തിൽ 14 പേരും, 2ാം വിഭാഗത്തിൽ 14 പേരും മത്സരിച്ചു. എഴുത്തു പരീക്ഷ, അഭിമുഖ പരീക്ഷ, ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്വിസ് മത്സരം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തെരഞ്ഞെടുക്കുന്നത്. വിജയികൾക്ക് 8.16 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ, പ്രശസ്തി പത്രം, മൊമെന്റോ എന്നിവ ലഭിക്കും. പരിപാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ റാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VK മധു സ്വാഗതം പറഞ്ഞു. M നൌഷാദ് MLA, ഡോക്ടർ PK ഗോപൻ, വള്ളിക്കാവ് മോഹൻദാസ്, PK ഹരികുമാർ, K ചന്ദ്രൻ മാസ്റ്റർ, VK ഹാരിഫാബി, അഡ്വക്കേറ്റ് വിശംബര പണിക്കർ, സത്യവതി S, PR പ്രസാദ്, ഡോക്ടർ പ്രിയ B ശൈലജ, KB മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആയുർവേദത്തിന് പ്രചാരം വർദ്ധിച്ചു വരികയാണെന്നും നിരവധി പേരാണ് ആയുർവേദ ചികിത്സയെ ആശ്രയിക്കുന്നതെന്നും മന്ത്രി J ചിഞ്ചുറാണി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ആയുർവേദ ആശുപത്രികൾ ആരംഭിക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 10ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദ ചികിത്സയെ കൂടുതൽ പേർ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പ്രാധാന്യം ഹോമിയോ ചികിത്സയ്ക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദത്തെ കൂടുതലായി വ്യാപിപ്പിക്കാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളം ആരോഗ്യ രംഗത്ത് രാജ്യത്തിന് മെച്ചമായ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. പലതുകൊണ്ടും ഒട്ടേറെ അവാർഡുകൾ ഉൾപ്പെടെ നേടിയെടുക്കുവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ പോകുമ്പോൾ സാധാരണക്കാർ ഏറ്റവും അടിത്തട്ടിൽ അവരുടെ വീടിന് സമീപമുള്ള ആശുപത്രികളെയാണ് അവർ സമീപിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ
അവിടെ അത്യാവശ്യം നമുക്കറിയാം പ്രമേഹം ഉൾപ്പെടെയുള്ള പനി ഉൾപ്പെടെയുള്ള സാധാ അസുഖങ്ങൾ വരുമ്പോൾ ഓടി അവർ എത്തുന്നത് അത്തരത്തിലുള്ള ആശുപത്രിയാണ്. പിന്നീട് അവർ മുകളിലോട്ട് പോകുമ്പോൾ താലൂക്ക് ആശുപത്രികൾ എല്ലാ ജില്ലകളിലും, താലൂക്ക് ആശുപത്രികൾ ഇല്ലെങ്കിൽ ജില്ലാ ആശുപത്രി അതിന് തക്ക രീതിയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുകളിലോട്ട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആ ആശുപത്രികളുടെ പ്രവർത്തനമുണ്ട്. നമുക്ക് ഇന്ന് ആയുർവേദം എടുക്കുമ്പോൾ ആയുർവേദത്തിലും മെഡിക്കൽ കോളേജ് ഉണ്ട്, ആയുർവേദത്തിലും ജില്ലാ ആശുപത്രികളുണ്ട്. താഴോട്ട് നമുക്ക് ചില പഞ്ചായത്തുകളിൽ ഇത് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയും വന്ന് കഷായം ഉൾപ്പെടെയുള്ള ആ മരുന്നുകൾ മേടിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ മേടിച്ച് കഴിക്കുവാൻ തയ്യാറായ ഒട്ടേറെ രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ CR രവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൽ കലാം മീഡിയ വോയിസ് ഓഫ് എക്സലൻസ് അവാർഡ് നേടിയ ഡോക്ടർ VJ സിബിക്ക് ആദരവ് നൽകി. മികച്ച മെഡിക്കൽ ഓഫീസർക്കുള്ള ഡോക്ടർ K സുരേന്ദ്രൻ നായർ സ്മാരക അവാർഡ് ഡോക്ടർ വഹീദ റഹ്മാനും, ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള MS ചന്ദ്രശേഖരൻ നായർ സ്മാരക അവാർഡ് എറണാകുളം ജില്ലയ്ക്കും, രണ്ടാമത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള അവാർഡ് കൊല്ലത്തിനും പരിപാടിയിൽ സമ്മാനിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ KM മാധവൻ, ഡോക്ടർ MB മിത്ര, ഡോക്ടർ P ജയറാം, ഡോക്ടർ D രാമനാഥൻ, ഡോക്ടർ ഇട്ടുഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ S സൂരജ, തൊടിയൂർ ശശികുമാർ, ഡോക്ടർ ഹരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം ചൊവ്വാഴ്ച സമാപിക്കും. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറുന്നത്. തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ OV വിജയന്റെ പ്രസിദ്ധകൃതിയെ ആധാരമാക്കി നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമൻ ഒരുക്കിയ ഖസാക്കിന്റെ ഇതിഹാസം നാടകാവതരണം അത്ഭുതകരമായ കാഴ്ച അനുഭവമായി മാറുന്നു. 4 ദിവസമായി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകം അരങ്ങേറുന്നത്. 30-ന് നാടകാവതരണം സമാപിക്കും. പ്രശസ്തമായ പെർഫോമിംഗ് ആർട്ടുകളും വേറിട്ട കലാസാംസ്കാരിക പ്രകടനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് രൂപീകൃതമായ ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ KMK കലാസമിതിയിലെ 70ഓളം കലാകാരന്മാരാണ് നാടകത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ലോകോത്തരമായ നാടകത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും സമ്മേളിപ്പിക്കുന്ന പ്രസിദ്ധമായ വിഖ്യാതമായ ദീപൻ ശിവരാമൻ ഒരുക്കിയ നാടകം OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അത് കരുനാഗപ്പള്ളിയിൽ അരങ്ങേറുകയാണ് 4 നാളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേവലം ഒരു സ്റ്റേജ് നാടക സങ്കല്പത്തിനപ്പുറം ഗ്യാലറികൾ തീർത്തുകൊണ്ട് 1000 ആളുകൾക്ക് ഒരു ദിവസം ഇരുന്ന് കാണാൻ കഴിയുന്ന ഗ്യാലറികൾ തീർത്തുകൊണ്ട് ആ ഗ്യാലറിയിലാണ് ഈ നാടകം അരങ്ങേറുന്നത്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു നവ്യാനുഭവമായിരിക്കും ഈ നാടിന്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക്, ഈ നാടകം കാണാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മുഹൂർത്തമായി അതിനെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിൽ ഒരു മനുഷ്യൻ, ഒരു മലയാളി കലയെ സ്നേഹിക്കുന്നവനൊക്കെ കണ്ടിരിക്കേണ്ട ഒരു കലാപ്രകടനം എന്ന നിലയിൽ ഇതിനെ നോക്കിക്കാണണമെന്നും ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇത് കാണാനുള്ള ഈ 4 ദിവസങ്ങളെ ഒരു അവസരമായി വിനിയോഗിക്കണമെന്നും പ്രിയപ്പെട്ട കരുനാഗപ്പള്ളി നിവാസികളോട് അഭ്യർത്ഥിക്കുന്നു. ഖസാക്ക് എന്ന ഗ്രാമവും അവിടെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുന്ന രവി എന്ന യുവാവും അയാൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളും അവരുടെ മിത്തുകളും രവിയുടെ അന്തസംഘർഷങ്ങളും പാപചിന്തയും അച്ഛൻ്റെ ഓർമ്മകളും ഖസാക്കിലെ കരിമ്പനക്കാടുകളും അപ്പുക്കിളിയും ഷെയ്ഖുമിയാൻ തങ്ങളും മുടന്തൻ പാണ്ഡൻ കുതിരയും ഒക്കെ ചേർന്ന രവി കണ്ട ജീവിതവും രവി കണ്ട വഴികളും ആകാശവും ചിതലിമലയുമൊക്കെ അപൂർവ കാഴ്ചവിസ്മയത്തോടെ വേദിയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ഒരു സർക്കസ് കൂടാരം പോലെ 4 പുറവും ഗ്യാലറികൾ തീർത്ത് അതിൻ്റെ നടുവിലെ തുറന്ന സ്ഥലം സ്റ്റേജാക്കി മാറ്റിയാണ് ദൃശ്യവിസ്മയം ഒരുക്കിയിട്ടുള്ളത്. വെയിലും മഞ്ഞും മഴയും തീയുമൊക്കെ ഇവിടെ പുനഃസൃഷ്ടിക്കുന്നു. മികച്ച ഒരു തിയേറ്റർ പെർഫോമൻസ് എന്ന രീതിയിലാണ് നാടകം അവതരിപ്പിച്ചിട്ടുള്ളത്. $30 ലക്ഷത്തോളം ചെലവ് പ്രതീക്ഷിക്കുന്ന നാടകാവതരണം തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ആദ്യമായാണ് അവതരിപ്പിക്കുന്നത്. ഒരു ദിവസം 1000 പേർക്ക് പ്രവേശനം ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. 12,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയിലാണ് നാടകാവതരണം. സംസ്ഥാനത്തെ വിവിധ വേദികൾക്കൊപ്പം ബംഗളൂരു, മുംബൈ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലും വൻ പ്രേക്ഷക സ്വീകരണം നാടകം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠനം പൂർത്തിയാക്കി ലണ്ടൻ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സിൽ നിന്ന് നാടകത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അവിടെ തന്നെ അധ്യാപകനായി ജോലി നോക്കുകയാണ് ദീപൻ.
ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ലൈബ്രറി കൗൺസിലിന്റെ പന്മന പഞ്ചായത്ത് തല ബാലോത്സവം നടത്തി. ചിറ്റൂർ ഗ്രാമോദ്ധാരണ ലൈബ്രറിയാണ് ബാലോത്സവം സംഘടിപ്പിച്ചത്. പുതുതലമുറയുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായാണ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വ്യാപകമായി ബാലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. പന്മന പഞ്ചായത്ത് തല ബാലോത്സവം ചിറ്റൂർ ഗ്രാമോദ്ധാരണ ലൈബ്രറിയിൽ നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിയും ജീവിതത്തിൽ ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഇടം, ഒരു ഗ്രന്ഥശാല, പുസ്തകങ്ങൾ, മനുഷ്യർ, ഇവരെല്ലാവരും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞാൽ ഒരു തത്വം വേണ്ട. അവർ ജീവിതത്തിൽ ഇന്നും അടയാളപ്പെടുന്ന മക്കളായിട്ട് മാറും. എപ്പോഴും അഭിമാനത്തോടെ ചേർത്ത് നിർത്താം. നേരെ മറിച്ച് അവരെ കേവലം പഠിക്കാനുള്ള ഉൽപ്പന്നങ്ങളായിട്ടാണ് നിങ്ങൾ മാറ്റുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുഴപ്പമെല്ലാം നമ്മുടെ വീടുകളുണ്ടാകും. ഈ ഇരിക്കുന്ന കൊച്ചു കുട്ടികളോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ്? അവർക്ക് ചാടി എഴുതി പറയും എനിക്ക് അമ്മയെ ഇഷ്ടം എന്ന് പറയും. അത് വളർന്ന് 20 വയസ്സാകുമ്പോൾ ആരെങ്കിലും പറയും അമ്മയെ ഇഷ്ടം. എന്തുകൊണ്ടാണ് 5 വയസ്സിൽ 6 വയസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള അമ്മ 18 വയസ്സിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത അമ്മയായി മാറിയത്? അവരോട് ഏറ്റവും കൂടുതൽ അരുതുകൾ പറയുന്നവരാണ് നമ്മുടെ രക്ഷകർത്താക്കളാണ്. ഓടരുത്, ചാടരുത്, മിണ്ടരുത്, പോകരുത്, എഴുതരുത്, വായിക്കരുത്, നയിക്കരുത്, കൂട്ടുകൊടുക്കരുത്. രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഉണ്ടാക്കിയെടുത്ത കേരളത്തിന്റെ ഒരു മാറ്റം, കേരളം ഇന്നേവരെ കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും മതസൗഹാർദ്ദ പാരമ്പര്യത്തെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് അരക്ഷിതമായ ഒരു കാലത്തേക്ക് ബോധപൂർവ്വം നമ്മുടെ കേരളത്തെ തള്ളിയിടുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേർതിരിക്കലിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന, നാം നേടിയ എല്ലാ നേട്ടത്തെയും ഇല്ലായ്മ ചെയ്യുന്ന ചില ചിത്രശക്തികൾ പണമുയർത്തിയാടുന്ന ഈ വേളയിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിക്കുക എന്നത് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പഞ്ചായത്ത് അംഗം ബി സുകന്യ മുഖ്യാതിഥിയായിരുന്നു. താലൂക്ക് കൗൺസിൽ ഭാരവാഹികളായ പി കെ ഗോപാലകൃഷ്ണൻ, അനിൽ പുത്തേഴം, പഞ്ചായത്ത് തല സംഘാടക സമിതി ചെയർമാൻ കെ ബി ചന്ദ്രൻ, അഡ്വക്കേറ്റ് സജീന്ദ്രൻ, മോഹനൻ പിള്ള, കെ വി ദിലീപ് കുമാർ, ജെയിംസ് ജോസഫ്, എ കെ ഗണേശൻ എന്നിവർ പങ്കെടുത്തു. 10 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. കുടിവെള്ളം കിട്ടാതെ നാട്. കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് 1 മാസക്കാലമായി കുടിവെള്ളം കിട്ടാനില്ലാത്തത്. വാട്ടർ അതോറിറ്റി പണം പിരിക്കുന്നുവെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയായി. 40ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. ഈ 1-ാം വാർഡ, 23-ാം വാർഡായിരുന്നു 1-ാം വാർഡ. വെള്ളമില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടും ആളപ്പാട് പ്രയാസങ്ങളായിരുന്നു. സ്കൂളിൽ പോയ പിള്ളേർ പോലും കുളിക്കാൻ പോലും വെള്ളമില്ല, കുളിക്കാതെ തന്നെ സ്കൂളിൽ പോയത്. ഈ ഏരിയയിൽ ആർക്കും ഇല്ല വെള്ളം. അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്ന മേളിൽ നിന്ന് ഓർഡർ കിട്ടിയില്ല, എന്തോ ചെയ്യാണ്. അവിടെ ഇവിടെ എല്ലാം വന്ന് വെട്ടി പൊളിച്ചു നോക്കും. വെട്ടിപ്പൊളിയാൽ അവിടെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വെള്ളം വരുന്നില്ല. അതിനെന്തെങ്കിലും മാർഗം കാണാൻ പറഞ്ഞാൽ അവർ അവിടെ ഇവിടെ ആൾ വിളിച്ച് രാജ്യം മൊത്തം വിളിച്ച്. അങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ അങ്ങോട്ട് തന്നെ എല്ലാ വീട്ടുകാരും പറയും എൻ്റെ കാര്യങ്ങൾ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് 1 മാസമായി കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയുള്ളത്. വാട്ടർ അതോറിറ്റി കൃത്യമായി പണം പിരിക്കുന്നെങ്കിലും കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ്. 40ഓളം കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാണ്. ഞങ്ങളിവിടെ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ ലൈൻ വെള്ളമാണ് ആശ്രയിക്കുന്നത്. കാരണം വെച്ചാൽ നെറ്റ് തൊട്ട് കഴിക്കുന്ന FCA ആണ്. FCA ഇറങ്ങുന്ന ഊറ്റുവെള്ളം കാരണം ഞങ്ങൾ കിണറുവെള്ളം വളരെ ഓവറാണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ലൈൻ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 10-25 ദിവസം കൊണ്ട് വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുക. ആർക്കും ഒന്നിനും വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഞങ്ങൾ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. അതിന് മേൽപ്പെട്ട എല്ലാവരെയും പല ഭാഗത്തുനിന്നും പല ആൾക്കാരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇന്ന് ശരിയാക്കാൻ ശരിയാക്കാൻ പറഞ്ഞ് ഞങ്ങളെങ്ങനെ ഒഴുക്ക് പൊട്ടിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരെ നാളെ വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് വെള്ളമില്ല, എന്തായാലും പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത്. അതായത് ഞങ്ങൾ ഇനി ബന്ധപ്പെടാൻ ആരുമില്ല. എല്ലാവരോടും ഏത് പാർട്ടിയെ കാണുന്ന ഏത് ആൾക്കാരെ കാണുന്ന എല്ലാവരും എന്നുള്ള വിചാരിച്ചിരിക്കുക. ഞങ്ങൾക്ക് എന്തായാലും ഇത് പരിഹരിച്ച് തന്നേ പറ്റത്തുള്ളൂ. ജലക്ഷാമം മൂലം വീട് വിട്ടു പോയവരും ഇവിടെയുണ്ട്. താഴ്ന്ന പ്രദേശമായതിനാൽ കിണർ വെള്ളവും ഉപയോഗിക്കാൻ കഴിയില്ല. ഓരുവെള്ളം നിറഞ്ഞതിനാൽ വീട്ടാവശ്യങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ് ആശ്രയം. ചവറയിലും ഓച്ചറ പമ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം 22 ദിവസമായി തിരുവനന്തപുരത്തും പലയിടത്തും വിളിച്ച് ഇതിൻ്റെ പരാതിപ്പെട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുകയാണ്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. ഈ എഫ്സയുടെ ഊറ്റും മറ്റുള്ള കെമിക്കലും എല്ലാം വരുന്ന സ്ഥലം. അവിടെ കിണർ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കിണർ വെള്ളം മൊത്തം ഓരാണ്. ഇതിഞ്ഞ് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ ആരുമില്ല. ഈ പഞ്ചായത്തിൽ പോയി ഉപരോധം വരെ നടത്തണമെന്നുള്ള ആലോചന നിൽക്കുക. പഞ്ചായത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശവാസികൾക്ക്. 10-40 കുടുംബത്തിൽ മേളിലുണ്ട് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കിണറുകളിലെ വെള്ളം മാലിന്യം അലിഞ്ഞുകൂടി ചുവന്ന നിറത്തിലാണുള്ളത്. ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷന്റെ ജലാംശവും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. സമീപത്തെ കൈത്തോട് മണ്ണടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതും മറ്റൊരു കാരണമാണ്.
ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ചപ്പോൾ പൈപ്പ് പൊട്ടി മണ്ണും ചെളിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാകാം വെള്ളം ലഭ്യമാകാത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്ന് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓർക്കിഡ് കൃഷിയിൽ നേട്ടം കൈവരിച്ച് വീട്ടമ്മ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനി വിജയകലയാണ് വ്യത്യസ്ത ഇനം ഓർക്കിഡുകളിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും ഓർക്കിഡുകൾ വിറ്റഴിക്കുന്നു. ഇതോടൊപ്പം ഒരേക്കറിൽ ജൈവ കൃഷിയുമുണ്ട്. ഓർക്കിഡ് കൃഷിയിൽ നേട്ടം കൈവരിച്ച് മുന്നേറുകയാണ് കരുനാഗപ്പള്ളി തൊടിയൂർ ശിവഗംഗയിൽ വിജയകല. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കിടയിലും ഓർക്കിഡ് കൃഷിയിലും അതിനൊപ്പം പച്ചക്കറി കൃഷിയിലും ഇവർ വിജയം നേടി. ആദ്യം പച്ചക്കറി കൃഷി എന്ന ആശയത്തിലേക്കാണ് എത്തിയതെങ്കിലും അതിനൊപ്പം എങ്ങനെ ഓർക്കിഡ് കൂടി ചേർത്ത് കൊണ്ടുപോകാം എന്ന ചിന്തയാണ് ഓർക്കിഡ് കൃഷിയിലേക്ക് വിജയകലയെ നയിച്ചത്. അപ്പം ഓർക്കിഡിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഏറ്റവും മെയിൻ വരുമാനമായിരുന്നു ഹോയ എന്ന് പറയുന്ന ചെടി. അപ്പം ആ ഹോയയ്ക്ക് നല്ല ഡിമാൻഡുള്ള ചെടിയായിരുന്നു. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഹോയകൾ ഞാനിവിടെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അപ്പോൾ ഹോയയും നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ പിന്നെ താമര ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അപ്പുറത്ത് കുറച്ച് സ്ഥലത്ത്, നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലത്ത്, ഒരേക്കർ സ്ഥലത്ത് നമുക്ക് പച്ചക്കറി, ജൈവ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൃഷിയും വലിയ കുഴപ്പമില്ല, എല്ലാം കൂടി ഇങ്ങനെ സംയോജിപ്പിച്ചാണ് പൊക്കോണ്ടിരുന്നത്. ചെറിയ തോതിൽ ഓർക്കിഡ് കൃഷി ആരംഭിച്ചു. ഇതിന്റെ വിജയത്തിനായി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുകയും ചെയ്തു. ഫെലനോപ്സ്, ടെൻഡ്രോബിയ, മെക്കാറ, ആരാന്ധ്ര, ഓൻസീഡിയം, കാർലിയ, വാൻഡ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഓർക്കിഡ് കൃഷികൾ ഇന്ന് വിജയകലയുടെ തോട്ടത്തിലുണ്ട്. ഫെലനോസിസ്, വാൻഡ തുടങ്ങിയവയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളതെന്ന് വിജയകല പറയുന്നു. ഓൺലൈനായും ഓഫ്ലൈനായും ഇന്ന് ഓർക്കിഡ് മാർക്കറ്റ് ചെയ്യുകയാണ് വിജയകല. ഇതിലൂടെ മികച്ച വരുമാനവും നേടുന്നു. ഒപ്പം തന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം ഇടനിലക്കാർ വഴിയാണ് കച്ചവടം നടത്തിയതെങ്കിലും പിന്നീട് സ്വന്തമായി തന്നെ ഇവയെല്ലാം ചെയ്തു. അതോടെ വിപണിയിൽ പുതിയ വിജയ സാധ്യതയും വിജയകല കണ്ടെത്തി. ആദ്യമൊക്കെ നമ്മുടെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് ഇടനിലക്കാർ മുഖേനയായിരുന്നു. അപ്പം എനിക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇടനിലക്കാർ മുഖേനയാണ് നമ്മുടെ ഈ ഓർക്കിഡുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പേജ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് തന്നെ പാക്ക് ചെയ്ത് അയക്കാൻ തുടങ്ങി. ഇപ്പം 2-3 മാസം കൊണ്ട് നമുക്ക് 2-3 സ്റ്റാഫും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഈ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഇവിടെ സെയിലിന് വേണ്ടി നിൽക്കുന്നതാണ്. കാരണം എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അപ്പം എല്ലാം കൂടെ നോക്കി നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഞാൻ ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വിദേശത്തായിരുന്ന ഭർത്താവ് അനിൽ നാട്ടിലെത്തി ഇപ്പോൾ വിജയകലയെ സഹായിക്കുകയാണ്. 10-15 വർഷം സൗദിയിലൊക്കെ ജോലി ചെയ്തിട്ട് വന്ന് പരാജയപ്പെട്ട് കൂടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നത്. വൈഫിൻ്റെ കൂടെ ഞാനിത് ചേർന്ന് സഹായിയായിട്ട് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് ധൈര്യസമേതം മുന്നോട്ട് പോകാനുള്ള പിന്തുണ ഓർക്കിഡ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പുറമെ ചെറിയ സമയം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മികച്ച വരുമാനം നേടാൻ കഴിയും എന്നതിന്റെ ഉദാഹരണം കൂടിയായി ഓർക്കിഡ് കൃഷിയെ വിജയകല ചൂണ്ടിക്കാട്ടുന്നു. വീട്ടമ്മമാർക്ക് തരാനുള്ള എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്കായാലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫീൽഡ് തന്നെ അല്ല, ചെടികളത് മാത്രമല്ല, ഏതൊരു രീതിയിലായാലും നമുക്ക് ചെറുതായിട്ടൊരു സംരംഭം തുടങ്ങി നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗമായിരിക്കും. അപ്പോൾ എൻ്റെ കാര്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഇപ്പം ഈ ഇതേപോലുള്ള ഓർക്കിഡ് സംരംഭങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വരുമാന മാർഗമായിരിക്കും. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണവും ഇവരുടെ ഓർക്കിഡ് കൃഷിക്കുണ്ട്. ഇതേ സമയം തന്നെ ജൈവ പച്ചക്കറി കൃഷിയിലും വലിയ നേട്ടമാണ് വിജയകല നേടുന്നത്. ഒരേക്കർ സ്ഥലത്ത് ഇവർ ജൈവ പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. പച്ചക്കറിയിലും പൂക്കളിലും തന്റെ ജീവിത വിജയം കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രത്തിൽ മോഷണം. കുളത്തൂപ്പുഴ മൈലമൂട് മാത്രക്കരിക്കം ചതുപ്പിൽ ക്ഷേത്രക്കാവിലാണ് മോഷണം നടന്നത്. നിലവിളക്കുകളും പണവും അപഹരിച്ചു.
കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിൽ മാറ്റം. ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും മാറ്റം. ജനുവരി 1 മുതൽ പുതിയ സമയക്രമം നിലവിൽ വരും. വിദ്യാഭ്യാസ ധനസഹായവും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. കുന്നത്തൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ 24 കരയോഗ്യങ്ങളിലാണ് വിദ്യാഭ്യാസ ധനസഹായം വിതരണം ചെയ്തത്. എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.